മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനേ എല്ലാവർക്കും ഉണ്ടല്ലേ. പക്ഷെ എല്ലാവർക്കും ഹെൽത്തി മൈൻഡാണോ ഉള്ളത്? മനസ്സെല്ലാവരുടെയും ദുർബലമായ മനസ്സുകളും ഉണ്ടല്ലേ. മനസ്സാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ എന്തായി തീരണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ഹെൽത്തി ലൈഫുള്ള ഫാമിലിയൊക്കെ ഉള്ളവർക്ക് ഹെൽത്തി മൈൻഡ് ഉണ്ടാകണമെന്നില്ല. അതേപോലെ ഹെൽത്തി ആയിട്ട് ആരോഗ്യം ഉള്ള ഒരു ശരീരത്തിന് ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാകണമെന്നില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിക്കണമെങ്കിൽ അതിൽ നമുക്ക് ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ അതിൽ നമ്മൾ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ. നമുക്കപ്പോൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അവിടെ എത്തിപ്പെടണമെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കണം. നമ്മുടെ മനസ്സ് ആരോഗ്യമുള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കാണുന്ന റിയൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. നമ്മളവിടെ മസിൽ പിടിച്ച് എല്ലാം ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും നേർവഴിക്ക് കൊണ്ടുപോകും ഇല്ലേ. അതായത് നമ്മളിപ്പോൾ കാണുന്നത്, അതായത് ഒരു മല കയറാൻ പോവുകയാണെങ്കിൽ മല കയറുക എന്നുള്ള ചിന്തയോട് കൂടിയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അപ്പോൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയും കുറച്ച് ദൂരം ചെല്ലുമ്പോൾ നമുക്ക് മടുപ്പുണ്ടാകും, ക്ഷീണം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നിങ്ങനെ നമ്മളോട് പറയുന്നതായിട്ട് നമുക്ക് തോന്നും. നമുക്ക് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ തളർന്നു പോകാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ, അല്ലെങ്കിൽ അപകടമുണ്ട്, ഒരു കുഴി വരുന്നുണ്ട് എന്നിങ്ങനെ, അല്ലെങ്കിൽ ആ പാറയിൽ ചവിട്ടുമ്പോൾ ആ കല്ല് പെടന്നു പോകും, സാധ്യതയുണ്ട് എന്നിങ്ങനെ പറയുന്നതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പം നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുന്നുണ്ട്. ഇപ്പം നിങ്ങളൊരു ഉദാഹരണമായിട്ടൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന ഒരു പയ്യനാണെന്ന് വിചാരിച്ചു. അപ്പം അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന് കയറുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ആണ് അവൻ എല്ലാം പഠിച്ചെല്ലാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അത് അറ്റൻഡ് ചെയ്യുന്നതിനൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് അവൻ്റെ പ്രേമിക്കുന്ന പെങ്കൊച്ച് വിളിക്കും അവനെ. എടാ നമുക്ക് ഈ ബന്ധം തുടരണ്ട കേട്ടോ, നിൻ്റെ ആ പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാനിത് നമ്മൾക്ക് പിരിയാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ ആ പയ്യൻ്റെ ഉപബോധ മനസ്സ് ഉടനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കും. അവന് ശരിക്കും അത് എഴുതാൻ, ശരിക്കും ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ അവൻ്റെ മനസ്സ് അനുവദിക്കില്ല. പിന്നെ അവൻ ചിന്തിക്കുന്നത്, ഇതിൽ ഞാൻ എനിക്ക് അങ്ങ് മടുപ്പ് തോന്നുന്നു, എനിക്ക് പങ്കെടുക്കാൻ തോന്നുന്നില്ല, കാര്യം പറഞ്ഞ അരമണിക്കൂറേ ഉള്ളൂ ഇൻ്റർവ്യൂ എങ്കിലും അവൻ അതിൽ നിന്ന് പതുക്കെ പിൻവലിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അവൻ്റെ ഉപബോധ മനസ്സ് പറയുകയാണ് അതിൽ നീ പരാജയപ്പെടും. പിന്നെ അവൻ്റെ മനസ്സ് മുഴുവൻ ആ പെൺകുട്ടിയെക്കുറിച്ചായിരിക്കും. വേറെ ഒരു ചിന്തയും അവൻ്റെ ഉള്ളിലേക്ക് വരികയില്ല. അങ്ങനെ പറ്റും. എന്നാൽ അവൻ്റെ ഉപബോധ മനസ്സ് മാറി നിന്നിട്ട്, അവൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി മാറി നിന്നിട്ട് പറയുകയാണ്, ആ പെൺകുട്ടിയോട് നമുക്ക് പിന്നെ സംസാരിക്കാം, ഇത് നിൻ്റെ ഭാവിയെ സംബന്ധിക്കുന്നതാണ്, നീ ഇതിനകത്ത് പോയാൽ നീ വിജയിക്കും, നിനക്കൊരു കുഴപ്പവും ഇല്ല, നമുക്കത് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമാണ്, പറഞ്ഞു തീർക്കാം എന്നിങ്ങനെ ഉപബോധ മനസ്സ് മാറി നിന്ന് ഇവനോട് സംസാരിക്കുന്നതായിട്ട് തോന്നുവാണെങ്കിൽ ഇവൻ അതിൽ വിജയിക്കുകയും ചെയ്യും. ചിലപ്പം അതിലും പറയാൻ ഉദ്ദേശിച്ചേക്കാളും ബെറ്ററായിട്ട് അവനതിന് പെർഫോം ചെയ്യാൻ സാധിക്കും. പക്ഷേ അവനതിൽ പങ്കെടുക്കുകയില്ല. അവൻ്റെ അപ്പോൾ ഉള്ള ആ റിയൽ മൈൻഡ് അവനോട് പറയും, വേണ്ട, അവളങ്ങനെ പറഞ്ഞില്ലേ, എന്താണെന്നറിയാം എന്നുള്ള ചിന്തയിലേക്ക് അവനെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. പരീക്ഷ എഴുതാൻ പോകുന്ന പിള്ളേർക്കും ഇത് തന്നെയാണ്. പരീക്ഷ പേടി വരുന്നില്ലേ. അവൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ എങ്ങനെ പരീക്ഷ എഴുതിയാൽ തോറ്റു പോവോ എന്നുള്ള ചിന്ത അവൻ്റെ ഉപബോധ മനസ്സിൽ ഉണ്ടാകും. ഇതാണ് മനസ്സിൻ്റെ കളി. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലിരുന്ന് വേണോ വേണ്ടയോ എന്നൊരു ചിന്ത വരുന്ന കേട്ടിട്ടില്ലേ. നമ്മളൊരു സാധനം വാങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു 2 വട്ടം കൂടെ ആലോചിച്ചാൽ നമ്മളത് വേണ്ട എന്ന് വെക്കും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ. അതാണ് ഉപബോധ മനസ്സ്. പിന്നെ വേറൊരു ഇതുണ്ട്. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ മാതാപിതാക്കൾ എന്താണോ നമ്മളോട് കാണിച്ചു തരാൻ, നമുക്കന്ന് അതായത് ഒരു 5 വയസ്സ് താഴെയുള്ള കുട്ടികൾ, 4, 3 വയസ്സുള്ള കുട്ടികൾ നമ്മൾ കണ്ടു വളരുന്നത് നമ്മുടെ അച്ഛനമ്മമാരെ ആയിരിക്കും. അവരാണ് അവരുടെ ഹീറോ. അവരുടെ അച്ഛൻ്റെ മേക്കപ്പും, അച്ഛൻ നടക്കുന്നതും അല്ലെങ്കിൽ അമ്മ നടക്കുന്ന മേക്കപ്പും, അമ്മയുടെ രീതികളും, അമ്മയുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, അച്ഛൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, ഇതൊക്കെ കണ്ടിട്ടായിരിക്കും ആ കുഞ്ഞ് വളരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു ദിവസം അച്ഛനെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിക്കുകയെന്ന് വെച്ചാൽ, ഒരു സ്റ്റേജിലൊരു പരിപാടി അവതരിപ്പിക്കാൻ വിളിച്ചാൽ അച്ഛൻ അതിൽ നിന്ന് പോവാതെ അമ്മേനെ തള്ളിവിടാൻ ശ്രമിക്കും. നീ പിഴല്ല, നീ ചെല്ലെന്ന് പറയും. അപ്പോൾ അമ്മ പറയും, ഞാൻ പോകുന്നില്ല എന്ന്. ഇത് ഈ കൊച്ചിൻ്റെ മനസ്സിലങ്ങ് പതിയും. പിന്നീട് കുഞ്ഞുനാൾ തൊട്ട് അവൻ്റെ മനസ്സിൽ ആ സ്റ്റേജ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛന് പേടിയുണ്ടായിരുന്ന, അല്ലെങ്കിൽ അച്ഛൻ കയറാതിരുന്ന സ്ഥലമാണ് അവൻ്റെ മനസ്സിലങ്ങ് ഫീഡ് ചെയ്ത് വെക്കുകയാണ്. ഇതുപോലെ ഏത് കാര്യങ്ങളും നമ്മുടെ മാതാപിതാക്കൾ നോ പറയുന്ന കാര്യങ്ങളാണേലും എല്ലാം അവരുടെ ഉള്ളിൽ പതിഞ്ഞു കിടക്കും.
പ്രായമാകുമ്പോൾ അവർ അത് തന്നെ ചെയ്യും. ആ കുട്ടി അവൻ വലുതായി കഴിഞ്ഞപ്പോൾ അവന് സ്റ്റേജിൽ കയറേണ്ട ഒരു അവസരമുണ്ടായാൽ അവൻ പതുക്കെ മാറി നിൽക്കും. അവൻ്റെ മനസ്സിൽ ഞാൻ വരുന്നില്ല സാർ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഒഴിവാകാൻ നോക്കും. അല്ലെങ്കിൽ സ്റ്റേജിൽ കയറി 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ അവൻ പറയും ഒരു വാക്കേൽ അവൻ ഒതുക്കാൻ നോക്കും. അവന് പരമാവധി അവന് ഇഷ്ടമല്ല, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുന്ന രീതിയിലേക്ക് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് മൈൻഡും ഉപബോധ മനസ്സും റിയൽ മൈൻഡും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? അപ്പം നമ്മൾ ചെറുപ്പത്തിൽ എന്താണോ നടക്കുന്നത്, നമ്മുടെ ചുറ്റുപാടുകളാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സ് എത്ര പെട്ടെന്നാണെന്നറിയാവോ വലിച്ചെടുക്കുന്നത്. അത് നമ്മുടെ മനസ്സിൽ കിടക്കും. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കസിൻസോ അല്ലെങ്കിൽ അമ്മായിമാർ, കൊച്ചച്ഛൻ എന്നിങ്ങനെ പറയുന്നവർ ഒക്കെയുള്ള അവരുടെ സംസാരങ്ങളും അവരുടെ രീതികളും അവരുടെ പ്രകടനങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും എല്ലാം നമ്മുടെ കുഞ്ഞു മനസ്സിനെ ബാധിക്കാനിടയുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളോട് നമ്മൾ എന്ത് കാര്യങ്ങളും പറയുമ്പോൾ സൂക്ഷിച്ചു പറയാൻ പറയുന്നത്. ഏറ്റവും എളുപ്പത്തിൽ അവരുടെ മനസ്സിനെ ബാധിക്കുന്നത് കുഞ്ഞു പ്രായത്തിലാണ്. അത് ഒരു പ്രായം കഴിഞ്ഞാൽ ആ പിള്ളേർക്ക് മനസ്സിലാകും നമ്മുടെ എന്തുകൊണ്ടാണ് അവർ പറയണമെന്ന്. പക്ഷേ കുഞ്ഞുനാളിലെ നമ്മൾ അവരോട് പെരുമാറുന്ന അവരുടെ മനസ്സിൽ നിന്ന് കുഞ്ഞു മനസ്സിലുണ്ടാകുന്ന വേദനകളും മുറിവുകളും ഒരിക്കലും ഉണങ്ങുകയില്ല. അത് ഹീല് ചെയ്യണമെങ്കിൽ കുറേ വർഷങ്ങളെടുക്കും. അത് അവർ അറിഞ്ഞ് മനസ്സിനെ മാറ്റിയെടുത്താൽ മാത്രമേ അവർക്ക് ഹീൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് അവരുടെ മനസ്സിൽ നിന്ന് ആ വേദനകൾ മാറ്റി അവരുടെ ഉപബോധ മനസ്സ് മാറി നിന്ന് അവരോട് സംസാരിക്കുന്നതായിട്ട് ചിന്തിക്കുമ്പോൾ നിൻ്റെ മനസ്സ് ഹീലാക്കുന്നു എന്നുള്ള രീതിയിൽ എല്ലാം നെഗറ്റീവിനെയൊക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്തു അതിനെയൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞു എന്നും പറഞ്ഞ് മനസ്സിനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അവൻ്റെ മനസ്സിൽ നിന്ന് കുറച്ചെങ്കിലും, പിന്നെ മെഡിറ്റേഷനും ഒക്കെ ചെയ്താൽ മാത്രമേ ആ മനസ്സിനെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ മക്കളോടൊക്കെ നമ്മൾ പെരുമാറുമ്പോൾ സൂക്ഷിച്ച് പെരുമാറണം എന്ന് പറയുന്നത്. പല പ്രായമായവരും, അതായത് ഒരുമാതിരി യൗവനത്തിലും കൗമാരത്തിലും അല്ലെങ്കിൽ വാർദ്ധക്യത്തിലും എത്തിയവർ മോശമായ രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുന്നതിൻ്റെ കാരണം മനസ്സിലായോ? അവരുടെ കുഞ്ഞു മനസ്സിലേറ്റ മുറിവുകളാണ്. അത് ഉണങ്ങണമെങ്കിൽ കുറേ കാലങ്ങളെടുക്കും. ആ മുറിവുകളാണ് അവർ പിന്നീട് അവരുടെ മക്കളിലേക്കും അത് ചെയ്യുന്നത്. അതിങ്ങനെ തലമുറയായിട്ട് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും ഹീലാവുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ശ്രമിച്ച് നമ്മൾ ഹാർഡ് വർക്ക് എടുത്ത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിന് വല്ല സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ അത് കൗൺസിലിങ്ങോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നമ്മുടെ മനസ്സിനെ ഹീല് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കതിൽ നിന്ന് മോചനം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് മോചനമില്ല. നമ്മുടെ മക്കളോടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും, ഇല്ലേ? നമ്മുടെ മനസ്സിനെ നമ്മുടെ കുഞ്ഞുനാളിൽ, ഇപ്പം നമ്മളൊരു വണ്ടി കാണുക എന്ന് വെച്ചോ, കുഞ്ഞുനാളിൽ ആ വണ്ടി മേടിക്കാൻ ആൺപിള്ളേർ പ്രായമാകുമ്പോൾ ഞാനും ഇതുപോലെ ഒരു വണ്ടി മേടിക്കണം എന്നുള്ള ആഗ്രഹം ഒരു കുഞ്ഞു പയ്യൻ്റെ ഉള്ളിലുണ്ടാകുന്നത് അവൻ്റെ കുഞ്ഞു മനസ്സിൽ കിട്ടിയ ഒരു ഫീലിംഗാണ്. അത് അവൻ പ്രായമാകുമ്പോൾ അവൻ ആ വണ്ടി സ്വന്തമാക്കുകയും ചെയ്യും. അപ്പം നല്ല കാര്യങ്ങളാണ് ചിന്തിക്കണമെങ്കിലോ അതനുസരിച്ച് നല്ല രീതിയിൽ പോകും. മോശമായ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിലോ മോശമായിട്ട് വരും. ചെറുപ്രായത്തിൽ അടിയേറ്റും അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ ഉപദ്രവമേറ്റും വളരുന്ന മക്കൾ അവർ പ്രായമാകുമ്പോൾ അവരുടെ മക്കളോട് ഇത് തന്നെയായിരിക്കും പെരുമാറുന്നത്. അവർക്കൊരു അരക്ഷിതാവസ്ഥ ജീവിതത്തിലുണ്ടാകുകയും ചെയ്യും. അവർക്കൊന്നിനും ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യില്ല. എല്ലായിടത്തും ഒരു അനാഥത്വം അവരുടെ ജീവിതത്തിലുണ്ടാകും. അതേപോലെ ദുഃഖമായിരിക്കും അവരുടെ ജീവിതത്തിൽ മുഴുവൻ. അതേപോലെ എനിക്ക് ആരും ഇല്ല എന്നൊരു തോന്നലുണ്ടാകും. എനിക്ക് ആരോടും സംസാരിക്കേണ്ട തോന്നലുണ്ട്. ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത കൂടും. ഇതൊക്കെ വരുന്നതും ഇങ്ങനെയുള്ള ഈ ചെറുപ്പത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ ഫീലിങ്സാണ്. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ വിവാഹം കഴിച്ചാൽ തന്നെ നമ്മൾ വിചാരിക്കണം നമ്മുടെ കുഞ്ഞു ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിനോട് പാട്ട് കേൾക്കാനൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടിയോട് പാട്ട് കേൾക്കാനൊക്കെ അത് ആ കുഞ്ഞിന് ബുദ്ധിക്കൊക്കെ നല്ലതെന്ന് കേട്ടിട്ടില്ലേ? ചിലരോട് രാമായണം, ഭാഗവതം, ബൈബിൾ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാൻ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പം നമ്മൾ ഓർക്ക് എന്തുമാത്രം ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അത് കയറി ചെല്ലുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ. അപ്പം നമ്മൾ ആ സമയത്ത് പോലും നമ്മൾ അനാവശ്യമായ ഒരു ചിന്തകളോ ഉണ്ടാകാതിരിക്കുക, നല്ല ചിന്തകളോടെ ഇരിക്കുക. ആ കുഞ്ഞു മനസ്സിനെ അത് ബാധിക്കേണ്ട. അപ്പോൾ പിന്നെ ജനിച്ച ഉടനെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്തോരം ബാധിക്കേണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കിക്കേ. അപ്പം നമ്മൾ നെഗറ്റീവായിട്ടോ നമ്മുടെ മക്കളോട് മോശമായിട്ടോ പെരുമാറുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക,
അത് നമ്മുടെ മാത്രമല്ല, ആ കുഞ്ഞിൻ്റെ ഭാവിയും കളഞ്ഞു, അവൻ്റെ മക്കളുടെ ഭാവി, തലമുറകളുടെ ഭാവിയാണ് നശിപ്പിക്കുന്നതെന്ന് ഓർക്കുക. അപ്പം നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന സാധനത്തിന് ഭയങ്കര പവറുള്ളതാണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ എവിടെ എത്തണമെന്ന് ചിന്തിക്കണമെങ്കിലും നമ്മുടെ മൈൻഡ് വിചാരിച്ചാൽ എത്തിപ്പെടും. നമ്മളൊരു മനസ്സ് വെച്ചാൽ വിജയിക്കാനും നമ്മൾ മൈൻഡ് വിചാരിച്ചാൽ മതി. നമ്മൾ എന്ത് കാര്യങ്ങളും നല്ല നിലയിൽ എത്തിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് മാത്രം വിചാരിച്ചാൽ നമ്മളെത്തും. ഉറപ്പായ കാര്യമാണ്. അവനൊന്ന് മനസ്സ് വെച്ചായിരുന്നു അവൻ രക്ഷപ്പെട്ടതിന് നമ്മൾ കേട്ടിട്ടില്ലേ പറയണത്? അത്രയേ ഉള്ളൂ. അപ്പം നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് പറയുക, നല്ലത് വിചാരിക്കുക, നല്ലത് കേൾക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതം മാറി മതി. ഓക്കേ.